വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ യൂണിഫോം ഉണ്ട്. ഇനി അധ്യാപകർക്ക് കൂടി യൂണിഫോം വേണോ? ഈ ചോദ്യം സമൂഹ മാധ്യമത്തിലൂടെ ചർച്ചയ്ക്ക് വെച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. കൊല്ലം കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി വരദ ശാസ്ത്ര കത്തിലൂടെ മന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയത്. കത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ച വരദ 24-നൊപ്പം ചേരുകയാണ്. കൊല്ലത്തുനിന്നും സുജിത് സുരേന്ദ്രൻ റിപ്പോർട്ട്. ആ ചോദ്യത്തിന് കാരണമായത് ഒരു കൊച്ചുമിടുക്കിയാണ്. വരദ എന്ന ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശിനി 6ാം ക്ലാസ്സുകാരിയാണ്. വരദ നമുക്കൊപ്പം ചേരുകയാണ്. കുട്ടികളെല്ലാവരും യൂണിഫോമാണ് ഇടുന്നത് എല്ലാ ദിവസവും. ടീച്ചർമാർ കളർ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ അവരും യൂണിഫോം ഇട്ടാൽ നല്ല രസമായിരിക്കും. അവരിട്ടുകൊണ്ട് വരുന്ന ഉടുപ്പിൻ്റെ പുറത്ത് ഒരു ഓവർകോട്ട് ഇട്ടാലും മതി. മോളിത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അധ്യാപകർ യൂണിഫോം ഇട്ടുള്ള സ്കൂളുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മോളിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ രക്ഷകർത്താക്കൾ തോന്നിയത്? മക്കളെ സ്കൂളിൽ പോകാൻ ഈ ജൂൺ തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞത് അവർക്ക് എല്ലാ ദിവസവും യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുക. അവർ LP സ്കൂളിൽ പഠിച്ചപ്പോൾ മൂത്തോള് LP പഠിച്ചപ്പം ആ സ്കൂളിൽ ബുധനാഴ്ച യൂണിഫോം വേണ്ട. ഇവിടെ എത്തിയപ്പോൾ എല്ലാ ദിവസവും യൂണിഫോം വേണം. പക്ഷേ ആ നിർബന്ധിക്കുന്ന അധ്യാപകരെല്ലാം ദിവസവും നല്ല കളർ ഡ്രസ്സിൽ വരുമ്പോൾ അവർക്ക് മാനസികമായി ഇവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഒരു വിഷമമുണ്ട്. മോളി കാര്യങ്ങൾ ക്ലാസ്സിലെ മറ്റ് സഹപാഠികളോടൊക്കെ പറഞ്ഞപ്പം അവരുടെ അഭിപ്രായം എന്താ? നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞു. അത് വേണം എന്നുള്ളത് തന്നെയാണ് അല്ലേ? അധ്യാപകർക്കും യൂണിഫോം വേണം എന്ന് തന്നെ. അവർക്കും വേണമെന്ന് തന്നെ പറഞ്ഞത്. ഈ വരദ എന്ന് മാത്രമല്ല, വരദയുടെ പേരിലും ഒരു വ്യത്യസ്തതയുണ്ട്. വരദ ശാസ്ത്ര എന്നാണ്. സഹോദരി വേദശാസ്ത്ര. എന്താണ് ഈ ശാസ്ത്ര കൂടെ ചേർത്തത്? എല്ലാവരും ജാതിയും മതവും ഒക്കെ പേരിനോടൊപ്പം ചേർക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടികളായി ഒരു ശാസ്ത്രബോധമുള്ളവരായി വളരട്ടെ. ഇങ്ങനെ ഒരു പേര് സംസ്ഥാനത്ത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളെന്ന എൻ്റെ ഒരു അറിവ്. അയച്ച ഈ കത്ത് മന്ത്രി അപ്പൂപ്പൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, കണ്ടിരുന്നോ? കണ്ടിരുന്നു. വരദയുടെ ഒരു കുറിപ്പ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വലിയ രീതിയിൽ. എന്ത് തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നു. സന്തോഷമുണ്ടല്ലേ? സന്തോഷമുണ്ട്. മഴ സമയത്ത് കുട്ടികൾക്ക് അവധി കൊടുക്കാനും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂൾ തുറക്കാനുമുള്ള തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനെ കുറിച്ചൊരു ആലോചന വേണമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചും ഒരു ചർച്ച നടക്കുക. അതിലെന്താ വരദയുടെ അഭിപ്രായം? നല്ലതായി. ജൂൺ ജൂലൈ മഴക്കാലമൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ്. ആണ്. എന്തായാലും മന്ത്രി പറയുന്ന ആ അഭിപ്രായത്തോട് മോള് യോജിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തൻ്റെ ഈ അധ്യാപകർക്കും യൂണിഫോം വേണമെന്ന കാര്യത്തിൽ ഒരു സജീവ പരിഗണന വേണമെന്ന് തന്നെയാണ് വരദ പറഞ്ഞു വയ്ക്കുന്നത്. വരദയ്ക്കും കുടുംബത്തിനുമൊപ്പം ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. സുജിത്തെ, ഒരു ചെറിയ കാര്യം, വളരെ ചെറുപ്പം തിളയ്ക്കുന്ന ഒരു മന്ത്രി കയറി അപ്പൂപ്പൻ എന്ന് വിളിക്കണ്ട, അങ്കിളെന്ന് വിളിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.